ഹായ് ഓൾ, നമ്മുടെ മിഷൻ കാക്കി ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കേരള PSC യൂണിഫോം ജോലികൾക്ക് വേണ്ടി നടത്തുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ളൊരു കോമൺ കോച്ചിങ് പ്രോഗ്രാമാണ് നമ്മുടെ മിഷൻ കാക്കി എന്ന് പറയുന്ന 150 ഡേ ചലഞ്ച്. ഇത് പെയ്ഡ് ക്ലാസ് ഒന്നുമല്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ് ഫുൾ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ആകെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടത് നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ളൊരു എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കുക. അപ്പോൾ അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന എല്ലാ ഫോഴ്സിലോട്ടുള്ള എക്സാമും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് വുമൺ എക്സൈസിനും അതുപോലെ തന്നെ WCPയൊക്കെ ക്ലാസ് ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കറിയാം നിങ്ങളുടെ എക്സാം സെപ്പറേറ്റ് ആണ് നടത്തുന്നത്, പക്ഷേ സിലബസ് കോമൺ തന്നെയാണ്. അപ്പോൾ എല്ലാ ഫോഴ്സിലോട്ടുള്ള എക്സാമിനും നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാൻ നമ്മളിന്ന് പഞ്ചവത്സര പദ്ധതികളാണ് പഠിക്കുന്നത്. നമുക്കറിയാം വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പഞ്ചവത്സര പദ്ധതികളെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ എല്ലാ മേഖലയിലും നമുക്ക് വളർച്ച ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. നമുക്കൊരു സീറോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ 5 വർഷവും ഏതെങ്കിലും ഒരു മേഖലയെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു 5 വർഷത്തേക്ക് ആ മേഖലയെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുക. ഇത്തരത്തിലുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ 5 ഇയർ പ്ലാൻ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അടുത്തതായിട്ട് പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന ആരാന്ന് നമുക്ക് നോക്കാം അല്ലേ. നമുക്കറിയാം ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് വേണ്ട ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, എന്നാൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് കേട്ടോ. ഷോർട്ടാക്കി NDC എന്ന് പറയും. അപ്പോൾ തിരിഞ്ഞു പോകരുത്, പഞ്ചവത്സര പദ്ധതികൾക്കുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനും അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾക്കുള്ള അന്തിമ അനുമതി നൽകുന്നത് ആരാണ്, ദേശീയ വികസന സമിതിയാണ്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് ആരംഭം കുറിച്ചത് ആരാണെന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ എന്താരംഭിക്കുന്നത്, 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം ആരാണ് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഏത് രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളൊരു ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത് രണ്ടും. അപ്പോൾ നമ്മൾ USSRൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 5 ഇയർ പ്ലാൻ എന്നുള്ള ഒരു ആശയം കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലോകത്തിൽ വെച്ച് തന്നെ ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നത് എവിടെയാണ്, റഷ്യയിലാണ്. റഷ്യ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, USSR അഥവാ സോവിയറ്റ് യൂണിയൻ എന്നാണ് റഷ്യ അറിയപ്പെട്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് അതൊക്കെ. സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റായി റഷ്യ ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ നടപ്പിലാക്കുന്ന ആരാണ്, ജോസഫ് സ്റ്റാലിനാണ്. USSRൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ജോസഫ് സ്റ്റാലിനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്ന ആരാണ്, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ 2 കാര്യവും മനസ്സിലോട്ട് കയറ്റുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏത് വർഷമാണ് നടപ്പിലാക്കിയെന്ന് നോക്കിക്കേ, 1951-56 കാലയളവിൽ അല്ലേ, 5 വർഷത്തേക്കുള്ള കാലയളവിലാണ് എന്ത് നടപ്പാക്കുന്നത്, 5 ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പം വർഷം ഓർത്തു വെക്കുക, 1951-56 കാലഘട്ടം. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരായിരിക്കും, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. ഇനി പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1% എന്നാൽ പദ്ധതി വളരെ വിജയമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, 3.6% വളർച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നേടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട്. ആരാണ്, KN രാജാണ്. എന്താണ് KN രാജിനുള്ള റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കുന്നത് ആരാണ്, KN രാജാണ്. ഒരുപാട് വട്ടം PSCക്ക് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഇനി ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, നമുക്ക് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കാർഷിക മേഖലയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതിനാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് മേഖലയ്ക്കാണ്, കാർഷിക മേഖലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ കാർഷിക പദ്ധതിയുമെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നത്. ഇനി കാർഷിക മേഖല കൂടാതെ തന്നെ ജലസേചനം അതുപോലെ തന്നെ വൈദ്യുതീകരണം എന്നീ മേഖലകൾക്കും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരു മേഖലയാണ് കുടുംബാസൂത്രണം അഥവാ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവരാവിഷ്കരിച്ചിട്ടുള്ള എക്കണോമിക് പോളിസീസൊക്കെ അല്ലെങ്കിൽ എക്കണോമിക് പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയെ ഹരോൾഡ് ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് CDP അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മളതിനെ സാമൂഹിക വികസന പദ്ധതി എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള മാനുഷിക ഭൗതിക വിഭവങ്ങളുടെ സമഗ്ര വികസനമായിരുന്നു ആരുടെ ലക്ഷ്യം? സാമൂഹിക വികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും എന്ത് ചെയ്തിട്ടുണ്ട്, CDPയോടനുബന്ധിച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാണ് CDP സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസമാണ് അല്ലേ. കാരണം നമുക്കറിയാം ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു ആശയത്തിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ CDP അഥവാ സാമൂഹിക വികസന പദ്ധതി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്? അപ്പോൾ സാമൂഹിക വികസന പദ്ധതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തേക്കുക, അത് ഗ്രാമീണ വികസനത്തിന്, അതായത് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാമാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് എന്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത്? 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം. ഓക്കെ, അതുപോലെ തന്നെ UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഇനി എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956, വർഷവും കൂടെ ഓർത്തു വെച്ചോണം. ഇനി അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന കാലഘട്ടം, അതായത് 1956 ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 5 IITകൾ, ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ളതാണ് IITയുടെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ എത്ര IITകളാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 IITകൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കാർഷിക മേഖലയുടെ വളർച്ചയോടൊപ്പം ജലസേചന പദ്ധതികളും എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. 3 വൻകിട ജലസേചന പദ്ധതികൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ബക്രാനങ്കൽ, രണ്ടാമത്തത് ഹിരാക്കുഡ, മൂന്നാമത്തത് ദാമോദർ വാലി. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിക്കുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കാലഘട്ടത്തിലാണ്. വർഷവും കൂടെ ഓർത്തു വെക്കുക, 1955. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിതമായത് എന്നാണ് 1955. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിച്ചതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക. നമുക്ക് കുട്ടനാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവിടെ ഉപ്പുജലം എന്ത് ചെയ്യുന്നത്, കയറുന്നത്, കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുജലം കയറുന്നത് തടയാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്ഥാപിച്ചത്, തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിച്ചതിലൂടെ നമുക്ക് പമ്പ, അതുപോലെ തന്നെ മണിമലയാറ്, അച്ചൻകോവിലാറ്, ഈ 3 നദികളിലെ വെള്ളം കുട്ടനാടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറബിക്കടലിലേക്ക് ഒഴുകിക്കളയാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇതിലൂടെ സാധ്യമായി, തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ സാധ്യമായി. നദികളുടെ പേരൊന്ന് ഓർത്തു വെച്ചേക്കുക, പമ്പ, മണിമല, അതുപോലെ തന്നെ അച്ചൻകോവിലാറ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നോക്കുക, 1956 മുതൽ 1961 വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്, ജവഹർലാൽ നെഹ്റുവാണ്. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആർക്കാണ് പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായവൽക്കരണം, അതുപോലെ തന്നെ ഗതാഗതം തുടങ്ങിയ മേഖലകൾക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ നമ്മൾ എന്ത് ചെയ്യും, വ്യവസായിക പദ്ധതി എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം വെച്ചത് 4.5% വളർച്ചാ നിരക്കായിരുന്നു. എന്നാൽ നമുക്ക് 4.3% വളർച്ച നേടാനേ സാധിച്ചുള്ളൂ. അതൊരു പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതുപോലെ തന്നെ ദേശീയ വരുമാനം കൂട്ടുക, ഇതും പദ്ധതിയുടെ എന്തായിരുന്നു, ഉപലക്ഷ്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പഠിക്കാനുള്ളത്? ഏത് കാലയളവിൽ രൂപീകരിച്ചു? 1956-61 കാലയളവിൽ രൂപീകരിച്ചു. ഇനി പ്രാധാന്യം കൊടുത്ത മേഖല ഏതാണ്? വ്യവസായിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ വ്യവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 4.5%. എത്ര നമ്മൾ നേടി? 4.3. ഇനി അതുപോലെ തന്നെ ഉപലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതുപോലെ തന്നെ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക. നമ്മൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെ ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് വിളിച്ചായിരുന്നു അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹലനോബിസ് മോഡൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത്. 1955 കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളൊരാശയം INC എന്ത് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്.
രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആരംഭിച്ച 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ദേശീയപാതാ നിയമം നിലവിൽ വന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ 2ാം വ്യാവസായിക നയം എന്ത് ചെയ്തു? പ്രഖ്യാപിക്കുകയും ചെയ്തു. രണ്ടിൻ്റെയും വർഷവും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. രണ്ടും 1956 ഇനി അതേപോലെ തന്നെ ഇന്ത്യ 3 ഇരുമ്പുരുക്ക് വ്യവസായശാലകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കാലയളവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദ്യം വരാറുണ്ട്. 3 എണ്ണമാണ് സ്ഥാപിച്ചത്. 1 ദുർഗാപൂർ, 2 ഭിലായ്, 3 റൂർക്കേല. അപ്പോൾ ഓരോന്നും ഏതേത് സംസ്ഥാനങ്ങളാണെന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്, ഭിലായ് ഛത്തീസ്ഗഡിലാണ്, അതുപോലെ തന്നെ റൂർക്കേല വരുന്നത് ഒഡീഷയിലാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആദ്യം തന്നെ കാലയളവ് നോക്കുക. 1961 മുതൽ 66 വരെയാണ് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ നമ്മൾ എന്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്? ഹരിത വിപ്ലവം എന്നുള്ളൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളെ വെച്ച് നോക്കുമ്പോൾ 3ാമത്തെ പഞ്ചവത്സര പദ്ധതി നമുക്ക് അത്ര ഫേവറബിൾ അല്ലായിരുന്നു. കാരണം നമ്മൾ 5.6% എന്ത് വെച്ചു? ലക്ഷ്യം വെച്ചു. എന്നാൽ അതിൻ്റെ പകുതിയായിട്ടുള്ള 2.8% മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇതിൻ്റെ കാരണം നമുക്കറിയാം. 1962 ഇൻഡോ ചൈന യുദ്ധവും അതുപോലെ തന്നെ 1965 ഇൻഡോ പാക് യുദ്ധവും അല്ലേ? ഈ ഒരു കാലയളവിൽ നമുക്ക് 2 യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ പദ്ധതി സക്സസ് ആക്കാൻ പറ്റിയില്ല. യുദ്ധം മാത്രമായിരുന്നില്ല, നമുക്ക് പ്രതികൂലമായ ഒരു കാലാവസ്ഥാ വ്യതിയാനവും ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വ്യാപകമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടാകുകയും സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ 3ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാനായിട്ട് കാരണമായത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വരൾച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ചുവടെ തന്നിട്ടുള്ളതിലെ ഏതൊക്കെ കാര്യങ്ങളാണ് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായതെന്ന് അല്ലേ? അപ്പോൾ ഓപ്ഷനായിട്ട് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, യുദ്ധങ്ങൾ, വരൾച്ച. അപ്പോൾ ഈ എല്ലാ കാരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാൻ ഹോളിഡേയെ പറ്റിയാണ്. കാലയളവ് നോക്കുക. 1966 മുതൽ 1969 വരെയാണ്. നമ്മൾ പറഞ്ഞു 3ാം പഞ്ചവത്സര പദ്ധതി ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് പരാജയപ്പെട്ടുകൊണ്ട് അടുത്ത വട്ടം നമ്മൾ എന്ത് ചെയ്തില്ല? പഞ്ചവത്സര പദ്ധതി നടത്തിയില്ല. പകരം 3 വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ഹോളിഡേ എന്നുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിക്കാറുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലാൻ ഹോളിഡേ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പീരീഡിലാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1966 മുതൽ 1969 വരെ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയാണ്. അപ്പോൾ പ്ലാൻ ഹോളിഡേക്ക് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് വരുന്നത് 1969 മുതൽ 1974 വരെയാണ്. ഇനി ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ കാലയളവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നമ്മൾ ഗാഡ്ഗിൽ മോഡൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. PSCയുടെ ചില ആൻസർ കീയിൽ ഗാഡ്ഗിൽ മോഡൽ എന്ന് പറയുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണ്ട, ശരിക്കും 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത്. അടുത്തായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യ 14 ബാങ്കുകളെ എന്ത് ചെയ്തു? നാഷണലൈസ്ഡ് ആക്കി, അഥവാ ദേശസാൽക്കരിച്ചു. വർഷം കൂടെ ഓർത്തു വെച്ചേക്കുക. 1969 എത്ര ബാങ്കുകളെ ദേശസാൽക്കരിച്ചു? 14 ബാങ്കുകളെ. ഏത് കാലയളവിലാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. ഇനി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥിരതയോടെയുള്ള വളർച്ച. 2ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാശ്രയത്വം നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ലക്ഷ്യങ്ങളും ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയതും 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഇനി ആരാണ് നടപ്പിലാക്കിയത് നോക്കിക്കേ. 1970 നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് എന്ത് നടപ്പിലാക്കുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പാക്കുന്നത്. അപ്പോൾ നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയേക്കുക, ഓപ്പറേഷൻ ഫ്ലഡ് നമ്മുടെ ക്ഷീരോത്പാദനം അഥവാ പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനവും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? 4ാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. 4ാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം 1969 മുതൽ 74 വരെ. ഈ കാലയളവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത് ഏതിലാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്.
ഇനി ഇന്ത്യ ഈ കാലയളവിൽ 14 ബാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദേശസാൽക്കരിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 1969. ഇനി പദ്ധതിയുടെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്ഥിരതയോടെയുള്ള വളർച്ച, അതുപോലെ തന്നെ സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നുള്ളത്. ഇനി ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയതും ഏത് കാലയളവിലാണ്? 4th 5 year പ്ലാൻ കാലയളവിലാണ്. ഇനി ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം എന്നുള്ള ലക്ഷ്യം കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? 4ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. ഇനി 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണമായിട്ടുള്ള സ്മൈലിംഗ് ബുദ്ധ എന്ത് ചെയ്യുന്നത്, നമ്മൾ നടത്തുന്നത്. ഏത് വർഷമാണെന്നും കൂടെ ഓർത്തു വെക്കുക, 1974. എവിടെയാണ് നടത്തിയത്? രാജസ്ഥാനിലുള്ള പൊക്രാനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണമായിട്ടുള്ള സ്മൈലിംഗ് ബുദ്ധ നടത്തുന്നത്. ഇനി ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് ചോദിക്കാം, പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണമാണ്. നമ്മൾ 4ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് 5.7% ലക്ഷ്യം വെച്ചത്. എന്നാൽ നമുക്ക് 3.3% മാത്രം വളർച്ചയെ നേടാൻ സാധിച്ചുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരു യുദ്ധവും കൂടെ ഫേസ് ചെയ്യേണ്ടി വന്നു അല്ലേ, ഇന്ത്യ പാക് വാർ ഉണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബേസിസിൽ ബംഗ്ലാദേശിൽ നിന്ന് എന്ത് ചെയ്തു, ഒരുപാട് അഭയാർത്ഥികൾ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും നമുക്ക് അവർക്ക് വേണ്ട ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് നമുക്ക് 4ാമത്തെ പഞ്ചവത്സര പദ്ധതി ഫെയിലിയർ ആയത്. അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. കാലയളവ് നോക്കുക, 1974 മുതൽ 1979 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരുന്നു. അതോടൊപ്പം തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ മേഖലകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതും ഈ 5ാം പദ്ധതിയുടെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ് കേട്ടോ. ഇനി 5ാം പഞ്ചവത്സര പദ്ധതി ആരാണ് തയ്യാറാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DP ധർ ആണ് കേട്ടോ. പേരോർത്ത് വെക്കുക, DP ധർ. ഇനി ഈ ഒരു കാലയളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് 20 ഇന പരിപാടികൾ എന്ത് ചെയ്തു, നടപ്പിലാക്കി. അപ്പോൾ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സ്ലോഗനുണ്ട്, ഗരീബി ഹട്ടാവോ അല്ലേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളൊരു മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 5th 5 year പ്ലാൻ കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ ജോലിക്ക് കൂലി, ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അതുപോലെ തന്നെ 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ചൊരു പദ്ധതിയാണ് കമാൻഡ് ഏരിയ വികസന പദ്ധതി എന്ന് പറയുന്നത്. 1974-75 കാലയളവിലാണ് കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷികോൽപാദനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കമാൻഡ് ഏരിയ വികസന പദ്ധതി നമ്മൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് സ്കീം എന്ന് പറയുന്നത് ആരംഭിക്കുന്നതും ഏത് വർഷമാണ്? 1975 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 1975 ഒക്ടോബർ 2 ICDS സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് ICDS എന്ന് പറയുന്നത്. 1974 മുതൽ 1979 വരെയാണ് നമ്മുടെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഒരു കാലയളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതുമൂലം എന്ത് ചെയ്തു, രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് 1978 നമ്മൾ പദ്ധതി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇനി നമ്മൾ ലക്ഷ്യം വെച്ച നിരക്കെന്ന് പറയുന്നത് 4.4% ഗ്രോത്താണ്. പക്ഷേ നമുക്ക് 4.8% നേടാൻ കഴിഞ്ഞു. അപ്പോൾ അതൊരു വിജയിച്ച ഒരു പദ്ധതിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 1978 തന്നെ നമ്മൾ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു എന്ന്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവതരിപ്പിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. ഇനി ആരാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായിയാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ജനതാ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ഇനി റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഗുണ്ണാർ മിർഡാലാണ്. ഇനി ഗുണ്ണാർ മിർഡാലിനെ പറ്റി നമ്മൾ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ്? ഗുണ്ണാർ മിർഡാലാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലയളവ് നോക്കിക്കേ, 1980-85 കാലയളവിലാണ് എന്ത് നടപ്പിലാക്കുന്നത്? 6ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരൊക്കെയായിരുന്നു? രാജീവ് ഗാന്ധി ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട് അല്ലേ. നമുക്കറിയാം ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ 2 പേര് പ്രധാനമന്ത്രിയായിട്ട് വരുന്നുണ്ട്. ഇനി പദ്ധതിക്ക് പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം. മൂന്നാമത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ ഇങ്ങനെ 3 ലക്ഷ്യങ്ങളാണ് 6ാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. ഇനി ഈ കാലയളവിൽ കുറച്ച് തൊഴിൽ പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഒന്നാമത്തേതാണ് RLEGP, രണ്ടാമത്തേത് IRDP, മൂന്നാമത്തേത് NREP. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല നമ്മൾ, കാരണം നമുക്ക് തൊഴിൽ പദ്ധതികൾ എന്നുള്ളൊരു ടോപ്പിക്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ നോക്കാനുണ്ട്.
അപ്പോൾ ഈ ഒരു തൊഴിൽ പദ്ധതികളുടെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അത് 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ആരംഭിച്ചതെന്നും കൂടെ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തൊരു പ്രോഗ്രാമാണ് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഈ പദ്ധതി സ്ഥാപിക്കുന്നതും ഏത് കാലയളവിലാണ്? 6ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. DWCR എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയും. അപ്പോൾ നമുക്കറിയാം, പേരിൽ നിന്ന് തന്നെ കിട്ടി, ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? DWCR എന്ന് പറയുന്നത്. നമ്മൾ 5.7% വളർച്ചാ നിരക്കാണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ നമുക്ക് 5.2% നേടാൻ കഴിഞ്ഞുള്ളൂ. നമുക്കതൊരു ഫെയിലിയർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം സക്സസ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചൊന്നുകൂടെ നോക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1980-85. ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധിയും വരുന്നുണ്ട്, രാജീവ് ഗാന്ധിയും വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇനി 3 തൊഴിൽ പദ്ധതികൾ അന്ന് നടപ്പിലാക്കി. ഏതൊക്കെയാണ്? RLEGP, IRDP, NREP. ഇനി ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും സമഗ്ര വികസനത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി DWCR. നമ്മൾ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.7, അച്ചീവ് ചെയ്തത് 5.2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലയളവ് വരുന്നത് 1985 മുതൽ 90 വരെയാണ്. ഇനി ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി ആയിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്? 1. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ. 2. ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധനവ്. 3. ആധുനികവൽക്കരണം. 4. സാമൂഹിക നീതി. അങ്ങനെ 4 കാര്യങ്ങൾക്കാണ് 7ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത്. അതേപോലെ തന്നെ വാർത്താവിനിമയ രംഗത്ത് നമുക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓർത്തു വെക്കേണ്ട ഒരു പേരും കൂടെയുണ്ട്, സാം പിത്രോഡ. അപ്പോൾ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവാണ് ആര്? സാം പിത്രോഡ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം 1990 മുതൽ 92 വരെ നമ്മൾ എന്താണ്? പഞ്ചവത്സര പദ്ധതി നടത്തിയില്ല, പകരം വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീരീഡിൽ വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ നമ്മൾ നേരിടേണ്ടി വന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വർഷങ്ങളിൽ എന്ത് നടത്തിയിട്ടില്ല? പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ 7ാമത്തെ പഞ്ചവത്സര പദ്ധതി ഒന്ന് ഓടിച്ചു നോക്കുക. കാലയളവ് 1985 മുതൽ 90 വരെ. പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ലക്ഷ്യം വെച്ചത്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധനവ്, ആധുനികവൽക്കരണം, അതുപോലെ തന്നെ സാമൂഹിക നീതി. ഇനി ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് വാർത്താവിനിമയ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ ഓർത്തു വെക്കേണ്ട ഒരു പേരുണ്ട്, സാം പിത്രോഡ. ആരായിരുന്നു? രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു ആര്? സാം പിത്രോഡ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിന് തന്നെ കാലയളവ് നോക്കുക. 1992 മുതൽ 1997 വരെയുള്ള കാലഘട്ടത്തിലാണ് 8ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനവ വികസനം അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഇനി അതുപോലെ തന്നെ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, വ്യവസായങ്ങളുടെ മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം എന്നുള്ളത്. ഇനി 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൻമോഹൻ മോഡൽ എന്നുള്ളത്. ഇനി മാനവ വികസനം അഥവാ ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ തന്നെ ശുദ്ധജല വിതരണം ഉണ്ടാക്കിയെടുക്കുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ജനസംഖ്യ നിയന്ത്രണം. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഇന്ത്യ എന്ന് ഉദ്ദേശിച്ച് എന്തൊക്കെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ജനസംഖ്യാ നിയന്ത്രണം. ഇനി 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആരംഭിച്ചൊരു പദ്ധതിയാണ് PMRY അഥവാ പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന എന്നുള്ളത്. അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നതും 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. വർഷം ഓർത്തു വെക്കുക, 1992. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരുന്നതും ഏത് കാലയളവിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ജസ്റ്റ് പഞ്ചായത്തി രാജ് വന്നത് എന്നാന്നും കൂടെ ഓർത്തു വെക്കുക, 1993 ഏപ്രിൽ 24. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് 8ാം പഞ്ചവത്സര പദ്ധതി നമുക്കൊന്നുകൂടെ ഓടിച്ചു നോക്കാം. ആദ്യം തന്നെ കാലയളവ് 1992 മുതൽ 97 വരെ. ഇനി ലക്ഷ്യം എന്തായിരുന്നു? മാനവ വികസനം, അതുപോലെ തന്നെ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൻമോഹൻ മോഡൽ. ഇനി മാനവ വികസനം കൊണ്ട് ഇന്ത്യ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ്? 1. പ്രാഥമിക വിദ്യാഭ്യാസം വേണം, 2. ശുദ്ധജല വിതരണം വേണം, 3. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം, 4. ജനസംഖ്യ നിയന്ത്രണം. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നതും 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നതും പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിക്കുന്നതും 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്.
അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നതും 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഡേറ്റ് ഓർത്ത് വെക്കുക, 1995 ജനുവരി 1-നാണ്. SCERT പ്രത്യേക ഈ ഡേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.6%. എന്നാൽ അതിനെയും ക്രോസ് ചെയ്ത് 5.8% ഗ്രോത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഏത്? 8ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. PSCയിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യുന്നുണ്ട്? 9th 5 ഇയർ പ്ലാനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിന് നമുക്ക് കാലയളവ് നോക്കാം. 1997 മുതൽ 2002 വരെയുള്ള കാലയളവിലാണ് 9th 5 ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നത്. ഇനി പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പദ്ധതിയുടെ മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ട്. ഇനി ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും കൂടാതെ പദ്ധതികൾക്ക് കുറച്ച് ലക്ഷ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ദരിദ്രർക്ക് പാർപ്പിട നിർമ്മാണ സഹായം കൊടുക്കുക. രണ്ടാമത്തേത് കുട്ടികൾക്ക് പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക. മൂന്നാമത്തേത് പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. 4 പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ. അതുപോലെ തന്നെ ഗ്രാമങ്ങളെ മുഖ്യധാരയുമായിട്ട് ബന്ധിപ്പിക്കൽ, അല്ലെ, ഗ്രാമീണ വികസനവും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 9ാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുത്തൊരു പദ്ധതിയും കൂടിയായിരുന്നു ഏതാ? 9ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇതിനെ ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കുക. പഠിച്ച കാര്യങ്ങളാണ്. ഏതായിരുന്നു കാലയളവ്? 1997 മുതൽ 2002 വരെയായിരുന്നു. ഇനി പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും. ഇനി മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിലാണ് പദ്ധതി എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ഇനി പദ്ധതിയുടെ മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദരിദ്രർക്ക് പാർപ്പിട നിർമ്മാണ സഹായം കൊടുക്കുക, കുട്ടികൾക്ക് പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക, പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, അതുപോലെ തന്നെ ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുക. ഇനി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടൊരു പദ്ധതിയായിരുന്നു ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ ജനകീയ പദ്ധതി എന്നുള്ള പേരിലും 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 9th 5 ഇയർ പ്ലാനിൽ നടന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കുടുംബശ്രീ ആരംഭിച്ചു, അല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. കുടുംബശ്രീ ആരംഭിച്ചത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. വർഷം കൂടെ ഓർത്തു വെക്കുക, 1998 മെയ് 17-നാണ് കുടുംബശ്രീ ആരംഭിക്കുന്നത്. ഇനി അതുപോലെ തന്നെ SSA എന്ന് പറയുന്ന പദ്ധതി അഥവാ സർവ്വശിക്ഷ അഭിയാൻ ആരംഭിച്ചു, അല്ലേ? ഏത് കാലയളവിൽ? 2001 കാലയളവിലാണ് എന്ത് ചെയ്യുന്നത്? SSA ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആരംഭിച്ചത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്താൻ, അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് SSA ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ പോട്ട, അല്ലേ? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്ന് പറയും. വർഷം 2002. ഇത് നിലവിൽ വരുന്നതും 9th 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ പോട്ട അഥവാ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് നിലവിൽ വന്നത് എന്നാന്ന് ഓർത്ത് വെക്കുക, 2002 മാർച്ച് 28-നാണ്. ഇനി അതുപോലെ തന്നെ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ ഇന്ത്യ 2ാമത്തെ ആണവ പരീക്ഷണം നടത്തുന്നതും 9th 5 ഇയർ പ്ലാനിലാണ്. ഇനി നമ്മൾ ലക്ഷ്യം വെച്ചത് 6.5%, എന്നാൽ 5.4% പദ്ധതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേടാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ അതൊരു ഫെയിലിയർ നമുക്ക് പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത 5 ഇയർ പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് ഓടിച്ചൊന്ന് ചിന്തിച്ചേ. ഒന്ന്, കുടുംബശ്രീ ആരംഭിച്ചു. എന്നാരംഭിച്ചു? 1998 മെയ് 17-ന്. അതുപോലെ തന്നെ SSA ആരംഭിച്ചു. ഏത് വർഷം? 2001. ഇനി പോട്ട അഥവാ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ആരംഭിച്ചതും ഏത് കാലയളവിലാണ്? 9th 5 ഇയർ പ്ലാൻ കാലയളവിലാണ്. പോട്ട അഥവാ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്നാണ് നിലവിൽ വരുന്നത്? 2002 മാർച്ച് 28. ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. എന്നാണ് പോട്ട നിലവിൽ വന്നതെന്ന്? 2002 മാർച്ച് 28. ഇനി ഓപ്പറേഷൻ ശക്തി. എന്താണ് ഓപ്പറേഷൻ ശക്തി? ഇന്ത്യ നടത്തിയ 2ാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി. അതുപോലെ തന്നെ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5 എന്നാൽ നമ്മൾ 5.4 മാത്രമേ നേടിയിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആദ്യം തന്നെ കാലയളവ് നോക്കുക. 2002 മുതൽ 2007 വരെയുള്ള കാലയളവിലാണ് 9ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു എല്ലാ വർഷവും GDPയിൽ 8% വളർച്ചാ നിരക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്കണോമിക്സിൽ വേറെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തു വെക്കുക. GDPയിൽ എത്ര ശതമാനം വളർച്ചാ നിരക്കാണ് ലക്ഷ്യം വെച്ചത്? 8% വളർച്ചാ നിരക്കാണ് ലക്ഷ്യം വെച്ചത്. ഇനി ഈ പദ്ധതികൾക്ക് മറ്റു കുറച്ച് ലക്ഷ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത്തേതാണ് വിദ്യാഭ്യാസം, തൊഴിൽ, അതുപോലെ തന്നെ വേതനം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിവേചനം ഒഴിവാക്കുക, അതായത് എല്ലാവർക്കും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ശിശു മരണ നിരക്ക് കുറക്കുക എന്നുള്ളതാണ്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷരതാ നിലവാരം ഉയർത്തുക. അടുത്തത് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജലസ്രോതസ്സുകൾ നവീകരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ലക്ഷ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് എന്തായിരുന്നു? GDP-യിൽ 8% വളർച്ച ഓരോ വർഷവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇനി 10ാം പഞ്ചവത്സര പദ്ധതിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയും കൂടെയുണ്ട്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് കാലയളവിലാണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് PSC എന്ത് ചെയ്യുന്നതാണ്? ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 8%. പക്ഷേ നമുക്ക് 7.6% അച്ചീവ് ചെയ്യാനേ സാധിച്ചുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആദ്യം തന്നെ കാലയളവ് നോക്കിയേക്കുക. 2007 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിലാണ് ഏത് നടപ്പിലാക്കുന്നത്? 11ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ്. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച എന്നതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പദ്ധതിയാണ് ഏത്? 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആധാർ സംവിധാനം ആരംഭിക്കുന്നതും 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഇനി ലക്ഷ്യം വെച്ചത് 9%, പക്ഷേ നമുക്ക് 8% അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 11ാം പഞ്ചവത്സര പദ്ധതി ഒന്നുകൂടെ ഓടിച്ചു നോക്കിക്കേ. കാലയളവ് ഏതാണ്? 2007 മുതൽ 2012 വരെ. ഇനി പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഇൻക്ലൂസീവ് ഗ്രോത്ത്, അഥവാ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. ഇനി മറ്റൊരു ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരത നേടിയെടുക്കുക. ആധാർ സംവിധാനം ആരംഭിച്ചു. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 9%, അച്ചീവ് ചെയ്തത് 8%. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് 5 ഇയർ പ്ലാനാണ്. 12ാം പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 17 വരെയുള്ള കാലയളവിലാണ് 12ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം 2014 ഒരു ഗവൺമെൻറ് ചേഞ്ച് ഉണ്ടായതുകൊണ്ട് തന്നെ പദ്ധതി ഒരു സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ് എന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇനി ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം, അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു. മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു ഫാസ്റ്റർ ഗ്രോത്ത്, അതായത് കുറച്ചുകൂടെ പെട്ടെന്ന് സാമ്പത്തിക മേഖലയിൽ വളർച്ച കൈവരിക്കുക എന്നുള്ളത്. നമ്മൾ 9% വളർച്ചാ നിരക്കാണ് ആദ്യം തന്നെ ലക്ഷ്യം വെച്ചത്. എന്നാൽ 2012 ഡിസംബറിൽ എന്ത് ചെയ്തു? NDC അഥവാ ദേശീയ വികസന സമിതി ഒരു യോഗം ചേരുകയും അവിടെ 8% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചൊന്ന് നോക്കിയേക്കാം. 12ാം പഞ്ചവത്സര പദ്ധതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കാലയളവ് 2012-17. ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു. അതുപോലെ തന്നെ ഫാസ്റ്റർ ഗ്രോത്ത്, പെട്ടെന്നുള്ള വളർച്ചയും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം 9% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചെങ്കിലും 2012 ഡിസംബറിൽ ദേശീയ വികസന സമിതി ഒരു യോഗം ചേരുകയും ഈ 9% എന്നുള്ളത് 8% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 12ാം പഞ്ചവത്സര പദ്ധതിയിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 150 ഡേ ചലഞ്ചിലെ 3ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നിങ്ങൾ പരമാവധി അന്നന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പെൻഡിങ് ഇട്ട് വരുമ്പോഴാണ് നമുക്കതൊരു ഓവർലോഡും ബേർഡനുമായിട്ട് തോന്നുന്നത്. അപ്പോൾ പരമാവധി അന്നന്ന് തന്നെ മാക്സിമം പഠിച്ച് തീർക്കാനായിട്ട് നോക്കുക. ഇനി ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻ്റായിട്ട് പറയാവുന്നതാണ്. നമ്മുടെ മിഷൻ കാക്കി എന്ന പേരിലുള്ള 150 ഡേ ചലഞ്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ കമൻ്റായിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.